ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അറ്റ് ട്രാവൽ ട്രീറ്റ് വിത്ത് സുജൻ 2025 സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ മൂന്നാർ സൈറ്റ് സീയിങ് ആണ്. അതിനായി നമ്മൾ നേരെ ആനച്ചാലുള്ള മൂന്നാർ സ്പൈസസ് ഗാർഡനിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും ആയുർവേദിക് മെഡിസിനും സ്പൈസസും നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പോയ ജീപ്പ് സഫാരി സെൻറ്ററിലേക്കാണ്. ഗസ്റ്റ് ജീപ്പ് ബുക്ക് ചെയ്തു. അവർ ജീപ്പ് സഫാരിക്ക് വേണ്ടി പോയി. ഇനി തിരിച്ച് വന്നിട്ട് വേണം മൂന്നാറിലെ കാഴ്ചകളിലേക്ക് പോകാൻ. മൂന്നാറിലുള്ള ഒരു 6 ഫേമസ് പ്ലേസ് വിസിറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ജീപ്പ് സഫാരി. ഇപ്പോൾ നമ്മൾ കാണുന്നത് പള്ളിവാസൽ ടീ പ്ലാന്റേഷനാണ്. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകളും ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. നല്ല വ്യൂ കിട്ടും. നല്ല വ്യൂ പോയിൻ്റാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്രയാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വളരെ ബ്ലോക്കാണ്. നമുക്കും ആ ബ്ലോക്ക് കിട്ടി. കുറേ നേരം കിടന്നു. പിന്നെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം നിന്നു. അങ്ങനെ ഒരുപാട് നേരം ബ്ലോക്കിൽ കിടന്നതിന് ശേഷം മൂന്നാറിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഗ്യാപ്പ് റോഡിലേക്കാണ്. മൂന്നാറിലെ ഒരു ഫേമസ് പ്ലേസ് ആണിത്. ഇവിടെ വരുന്നവർ ഒരിക്കലും മിസ്സാക്കരുത്. ഗ്യാപ്പ് റോഡിൽ വന്ന് സന്ദർശിക്കണം. ഈ കാണുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. നേരെ സിഗ്നൽ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ട്രാഫിക് പ്രോബ്ലം ഉണ്ടായിരുന്നു അവിടെയും. അങ്ങനെ ഞങ്ങൾ സിഗ്നൽ പോയിന്റിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. വാഹനമൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നു. ഇവിടെ കുറച്ച് തമിഴ്നാട്ടിലെ ടൂറിസ്റ്റുകളാണ്. ഭയങ്കര ഡാൻസും മേളമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഗസ്റ്റുകളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കൊടുത്തു. ഗസ്റ്റ് വളരെ ഹാപ്പി ആയിരുന്നു. ഇതാണ് അതിമനോഹരമായ വ്യൂ പോയിൻ്റ്. ഈ സ്ഥലത്തിൻ്റെ പേര് സിഗ്നൽ പോയിൻ്റ് എന്നാണ്. മൂന്നാറിൽ നിങ്ങൾ വരുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും വരണം. വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകണം. വളരെ മനോഹരമാണ്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. അതിനുശേഷം നേരെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഗസ്റ്റ് ടയർഡായി. അപ്പം നേരെ ഹോട്ടലിലേക്ക് പോകാൻ പറഞ്ഞു. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമെന്നറിയാം. ഞങ്ങൾ നേരെ തിരിച്ച് ആനച്ചാലുള്ള ഹോട്ടലിലേക്ക് പോവുകയാണ്. ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒക്കെ ഒരു മെയിൻ ഏരിയ ആണ് ഈ സ്ഥലം. പള്ളിവാസലെത്തിയപ്പോൾ 1 മണിക്കൂറോളം ഞങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും പൊതുവെ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കാണാം ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്.